ശരി അച്ഛാ, ഞാൻ പഠിക്കാം, എക്സാമും എഴുതാം. പക്ഷേ അതിന്റെ കൂടെ ജോലിയും ചെയ്യണം. അതാണ് എന്റെ ആഗ്രഹം. അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ മോളെ? രണ്ടിനും തലച്ചോറ് നന്നായിട്ട് പ്രവർത്തിച്ചാലേ പറ്റൂ. അറിയാം, പക്ഷെ എനിക്കതിന് കഴിയും അച്ഛാ. ഞാൻ രണ്ടും കൂടി മാനേജ് ചെയ്തോളാം. അച്ഛൻ അതിന് അനുവദിച്ചാൽ മതി. നിനക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട് അച്ഛാ. അച്ഛൻ എന്നെ വിശ്വസിക്കണം. ആ ശരി, നീ എങ്കിൽ പോയി കൃഷ്ണയെ കാണും. ഞാനൊന്നുകൂടി ആലോചിക്കട്ടെ. ഹലോ സാർ. റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു. എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇല്ല, പറഞ്ഞോളൂ. ഐ എം ഓക്കെ. എന്തോ ഓക്കെ? നിന്റെ കണ്ണുകൾ എന്തെങ്ങനെ തൂങ്ങിയിരിക്കുന്നത്? ദാ പിടിക്ക്. എന്നിട്ട് കണ്ണി തളിക്ക്. കണ്ണൊന്ന് ക്ലിയർ ആവും. അപ്പോഴേ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് ക്ലിയറായി കാണാൻ പറ്റൂ. മതി, നീ എന്ത് പറയാനാ വന്നെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോവാം. എന്നെ ചികിത്സിച്ച് ശുശ്രൂഷിക്കാൻ നിൽക്കണ്ട. അറിയാം, ചികിത്സയും ശുശ്രൂഷയും ഏക്കാത്ത അവസ്ഥയിലാണ് നീ ഇപ്പോ. ഏതായാലും ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത വന്നാൽ എങ്ങനെ ഇരിക്കും കേൾക്കാനെന്ന് താല്പര്യമുണ്ടെങ്കിൽ പറയാമെന്ന്. എന്റെ ഡ്യൂട്ടിയാ നിന്നെ ഇത് ഓർമ്മിപ്പിക്കുന്നത്. എന്ത് ന്യൂസ്? ഗോസിപ്പ് കോളത്തിലെ വരാൻ പറ്റിയത്. ദ ഗ്രേറ്റ് ബിസിനസ് ഐക്കൺ, വ്യവസായികളായ ചെറുപ്പക്കാരുടെ റോൾ മോഡൽ മിസ്റ്റർ രവിചന്ദ്ര വർമ്മൻ തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന 25 വയസ്സ് പ്രായമുള്ള യുവതിയുമായി ഒരു തുക്കട ലോഡ്ജിൽ രാത്രി മുഴുവൻ ചെലവഴിച്ചു. റിലാക്സ് റിലാക്സ് പ്ലീസ്. കേട്ടിട്ട് ഒരു സുഖം തോന്നുന്നില്ല അല്ലേ? ഇത് നിനക്ക് മാത്രമല്ല, ലോകത്താരെക്കുറിച്ച് പറഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെടില്ല. വാർത്ത നിന്നെക്കുറിച്ചായതുകൊണ്ട് നിനക്ക് ചുറ്റുമുള്ളവർ ഒരുപക്ഷെ റെസ്പോണ്ട് ചെയ്യില്ലായിരിക്കും. അത് നിന്നോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാ. പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല. സമൂഹത്തിൽ വലിയ നിലയും വിലയുള്ളവരെ കുറിച്ച് ചെറിയൊരു അപവാദം വന്നാൽ മതി, അതോടെ കഴിഞ്ഞുവല്ല. അവരെ എല്ലാരും കൂടെ ചേർന്നേ പൊളിച്ചടുക്കും. ഇപ്പം മുമ്പത്തെ പോലെയല്ല. നിരപരാധിത്വം തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ ശിക്ഷ അനുഭവിക്കണമെന്നുള്ള അവസ്ഥയാ. സോഷ്യൽ മീഡിയ എന്നൊരു തീക്കാറ്റുണ്ട്. ഓരോ വാർത്തയും കാട്ടു തീ പോലെ പടരും, ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വേഗത്തിൽ. നിനക്ക് മാത്രം എന്താ ഇതൊന്നും മനസ്സിലാവാത്തെന്നാ എനിക്ക് പിടികിട്ടാത്തത്. നിനക്ക് പിടികിട്ടില്ല. You know why? Because you are biased. മുൻവിധിയോടെയാണ് നിന്റെ സമീപനം. കാരണം ഞാൻ വാസ്തവം നിന്നോട് മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ നിനക്കാണത് മനസ്സിലാകാത്തത്. രാത്രി ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? I was helpless. വേറൊരു ചോയ്സ് ഇല്ല എനിക്ക്. എന്താടാ നീ പറയുന്നേ? ആ പെണ്ണിനെ ഒറ്റയ്ക്ക് വിളിച്ചോണ്ടുപോയി ആ ലോഡ്ജിൽ താമസിപ്പിച്ചിട്ട് ന്യായം പറയുന്നു? I was helpless പോലും. Shut up you.
രാജാറാം പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ആ സമയത്ത് എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലും അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ. അവൾ നമ്മളുടെ കമ്പനിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് ആ നേരത്തെ അവളെ സുരക്ഷിതമായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. That's the point. സബാഷ് സബാഷ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പോയിന്റ്. ഉത്തരവാദിത്വം തലയ്ക്ക് പിടിച്ച് ആ പാതിരാത്രി നീ അവളെ ലോഡ്ജ് വരെ എത്തിച്ചല്ലോ. സമ്മതിക്കണം നിന്നെ. എടാ ഇഡിയറ്റ്, നിനക്ക് ആത്മാർത്ഥമായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം അവളെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണമായിരുന്നു. അല്ലെങ്കിൽ നിനക്ക് എന്നെ വിളിക്കായിരുന്നല്ലോ. ഞാൻ അറേഞ്ച് ചെയ്യുമായിരുന്നല്ലോ ഒരു കാറോ ബസ്സോ എയറോപ്ലെയിനോ. ഈ ബ്ലഡി സ്കൗണ്ടറൽ, എത്ര പറഞ്ഞാലും നിനക്കെന്താ മനസ്സിലാകാത്തത്? എന്റെ ഫോണിൽ അവിടെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് റോഡിൽ ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്ത് വേറെ ഹോട്ടൽസ് ഒന്നും കണ്ടില്ല. നീര് പറഞ്ഞ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതാണ് സത്യം. അതുമാത്രമല്ല സത്യം, അതിനോടൊപ്പം മറ്റൊരു സത്യം കൂടി ഉണ്ടായിരുന്നു. നിനക്ക് ആ പെൺകുട്ടിയോടുള്ള അന്ധമായ പ്രേമം. അവൾ ഒറ്റയ്ക്ക് അടുത്തുള്ളതുകൊണ്ട് അപ്പം നിന്റെ തല വർക്ക് ചെയ്തില്ല. നിന്റെ കണ്ണിനും കാഴ്ചയില്ലാതായി. അതല്ലേ സത്യം? അതാണ് സത്യം, അതുമാത്രം. ഛേ. നിന്റെ പുച്ഛവും വെറുപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നീ നോക്കിക്കോ, അവൾ ഒരു ദിവസം നിന്നെ റോഡിലേക്ക് വലിച്ചെറിയും, ഊറ്റിയെടുത്ത കറിവേപ്പില പോലെ. രാജാറാം മതി, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. അതേടാ, ഞാൻ സൂക്ഷിക്കണം, ഞാൻ മാത്രം. നിനക്ക് പക്ഷേ എന്ത് വേണമെങ്കിലും ചെയ്യാം, പറയാം, അത് ന്യായീകരിക്കാം. ഞാൻ മിണ്ടിയാലാണ് തെറ്റ്. അതെ, ഈ സംഭവം ലീക്കായി മീഡിയയുടെ മുമ്പിലെത്തിയ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അവരോട് ഇതുപോലെ വിസ്തരിച്ച് പറയാൻ പറ്റുമായിരുന്നോ? ഇല്ലല്ലോ. നിന്നോടെ എനിക്കുള്ള ആത്മാർത്ഥത നീ മനസ്സിലാക്കുന്നതേയില്ല. കഷ്ടമാണ്. നീ ഇരിക്കുന്ന ഈ ചെയറില്ലേ, ഇതിലിരിക്കാൻ വേണ്ടി ചെയ്ത ഹാർഡ് വർക്കിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ ചെയറിന്റെ 4 കാലുകളിൽ ഒന്ന് നിന്റെ ഹാർഡ് വർക്കാണ്. രണ്ടാമത്തത് നിന്റെ ഇന്റലിജൻസ്, ബുദ്ധി സാമർഥ്യം. മൂന്നാമത്തത് നീ എപ്പോഴും പറയാറുണ്ടല്ലോ, 3 അക്ഷരമുള്ളൊരു വാക്ക്, വിശ്വാസം. അത് തന്നെ. 4മത്തതാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. ഈ 4ൽ ഏതെങ്കിലും ഒന്ന് തകർന്നു വീണാൽ നീ പിന്നെ രക്ഷപ്പെടില്ല രവി. ആ ഒരൊറ്റ പെണ്ണ് കാരണം ഒന്നല്ല, 4 കാലുകളാ തകർന്നു വീഴാൻ പോകുന്നത്. നോക്കിക്കോ, അതിലാദ്യത്തെ തകർച്ച നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, എനിക്ക് ഉറപ്പാ. രാജാറാം പ്ലീസ് സ്റ്റോപ്പ്. ഈ തർക്കം ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയരുത്. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ 2 കണ്ണുകളും കെട്ടിവിട്ട ഒരു കുതിരയല്ല ചുറ്റുമുള്ളതൊക്കെ കാണാതിരിക്കാൻ. എനിക്ക് വേണമെങ്കിൽ ശ്രീലക്ഷ്മിയെ ശ്രദ്ധിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് രാജാറാം. ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എല്ലാം കുറ്റബോധം എന്നെ അലട്ടുന്നത്. അവളുടെ മനസ്സിന് സന്തോഷം തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഞാൻ ചെയ്ത പാപത്തിന്റെ അംശമെങ്കിലും കുറയുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ മടക്കി വിളിക്കാൻ പോയത് പോലും. കൊള്ളാം, അതെനിക്ക് ബോധിച്ചു. അല്ല ചങ്ങാതി, നിന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ അവളെന്താ ഗംഗാനദിയാണോ? കാൽ കാശിന് വിലയില്ലാത്ത വൃത്തികെട്ട പെണ്ണ്. രാജാ, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. സൗകര്യമില്ല എനിക്ക്. നീ പറയുന്നതേ നീ സൂക്ഷിച്ചാ മതി.
രവി, നിനക്ക് സമൂഹത്തിലൊരു ഇമേജ് ഉണ്ട്. അതിന് കോട്ടം തട്ടാൻ ഈ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അനുവദിക്കില്ല. എനിക്കെന്തോ ആ ശ്രീലക്ഷ്മിയെ കുറിച്ച് പണ്ടേ ഇല്ല അത്ര നല്ല അഭിപ്രായം. നീ തന്നെ കമ്പനി റൂൾസിനെ മറികടന്ന് ഇന്റർവ്യൂ പോലും നടത്താതെ അവളെ ജോലിക്ക് അപ്പോയിന്റ് ചെയ്യുക. ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത അവൾക്ക് കമ്പനിയിൽ വലിയ പോസ്റ്റ് നൽകുക. നോക്ക്, അവളെ പുറമേ കാണുന്ന ആ പാവം ശ്രീലക്ഷ്മിയൊന്നും അല്ല. അവക്ക് ആളുകളെ നന്നായി മയക്കാൻ അറിയാം. പുറമേ കാണുമ്പോ വലിയ സംസ്കാരവും അടക്കവും ഒതുക്കവും ഒക്കെയുള്ള കുട്ടിയാണെന്ന് തോന്നും. അതവളുടെ നാടകം. ഒരു രാത്രി നിന്റെ കൂടെ താമസിക്കാൻ അവസരം കിട്ടിയപ്പോ അവളത് മുതലാക്കി. അപ്പൊ എവിടെ പോയി അവളുടെ സംസ്കാരം? ബ്ലഡി നോ! ഒരു നോയും ഇല്ല. ഞാൻ പറഞ്ഞതേ സത്യവാ. സ്വന്തം അച്ഛനെ അമ്മയൊക്കെ മറന്നിട്ട് ഒരു രാത്രി മുഴുവൻ മറ്റൊരാളുടെ കൂടെ താമസിക്കാൻ ധൈര്യം കാണിച്ച അവളെ പിന്നെ എന്താ വിളിക്കേണ്ടത്? അവൾ വെറും തേർഡ് റേറ്റ് ആണ് രവി, തേർഡ് റേറ്റ്. കൃഷ്ണേ, എനിക്ക് എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത നവരാത്രി സമ്മാനം ഇത്. ദേ, ഞങ്ങൾ തമ്മിൽ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. സാർ അവിടെ, ഞാൻ ബെഡിൽ. ഞാൻ ഉറങ്ങിപ്പോയെന്ന് കരുതിയിട്ടാ സാറിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. മതി മതി, നീ ഇത് തന്നെയാ കൊറേ നേരം കൊണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതുവരെ സാർ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞില്ല. ഇനിയെങ്കിലും പറയൂ, സാർ എന്താ നിന്നോട് പറഞ്ഞത്? പറയേ. എടി പൊട്ടി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് ഇതുവരെ കാര്യം മനസ്സിലായില്ലേ? എന്നാ കേട്ടോ, രവി സാർ എന്നെ നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞടി. ഐ ലവ് യു എന്ന് പറഞ്ഞടി. സത്യമാണ് നീ പറയുന്നത്? ഓ മൈ ഗോഡ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. സത്യം, 100% സത്യം. രവിചന്ദ്രവർമ്മൻ ശ്രീലക്ഷ്മിയുടെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞടി. പക്ഷെ ഞാൻ ഉറക്കം നടിച്ച് കിടക്കായിരുന്നു എന്ന് മാത്രം. അത് സാരയില്ല, ഇപ്പോഴല്ലേ മനസ്സിലായത് വെറുതെ അല്ല പെണ്ണിന്റെ കാല് തറയിൽ നിൽക്കാത്തതെന്ന്. ഏതായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇപ്പോഴെങ്കിലും രവിവർമ്മൻ സാർ നിന്നോടത് തുറന്നു പറഞ്ഞല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പക്ഷെ രണ്ടാമതൊന്ന് ആലോചിച്ചപ്പോ സാർ അത് എന്നോട് നേരിട്ട് പറഞ്ഞില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. വീണ്ടും തുടങ്ങി നിന്റെ ഡൗട്ട്. എന്നാലും അങ്ങനെ പറയുമ്പോഴല്ലേ കൃഷ്ണ. നിർത്ത. ഒരു എന്നാലും ഇല്ല കുന്നാലും ഇല്ല. രവി സാറ് പറഞ്ഞു കഴിഞ്ഞു, അത്രേ ഉള്ളൂ.
ഇനി അതിനെ വളച്ചൊടച്ച് നശിപ്പിക്കാതെ ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി നീ വേണം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ. സ്റ്റെപ്പോ എന്നുവെച്ചാ? സാറിന് നിന്നെ ഇഷ്ടമാണെന്ന് നീ ഉറങ്ങിയപ്പോഴാണെങ്കിലും സാറ് പറഞ്ഞു. അപ്പോ സാറിന് നിന്നെ ഇഷ്ടമാണെന്ന കാര്യം ഉറപ്പായി. ഇനി നിന്റെ ഇഷ്ടം നീ നേരിട്ട് സാറിനോട് ധൈര്യമായി പറയണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അറിയാം, ഞാനും അത് മനസ്സിൽ നിശ്ചയിച്ചുറപ്പിച്ചതാ. ഓൾറെഡി എന്റെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞതാ ഞാൻ. എന്നാലും ഇനി ഒന്നുകൂടി പറയും ഞാൻ, ധൈര്യമായിട്ട് ആ കണ്ണുകളിൽ നോക്കി തന്നെ. പെണ്ണിന്റെ ഒരു ഗമ. നിലത്ത് നിക്കടി, കിടന്ന് പാറി പറക്കാതെ. പറ്റുന്നില്ല കൃഷ്ണ, എനിക്ക് എന്റെ കാലുകൾ നിലത്തുറപ്പിക്കാൻ പറ്റുന്നില്ല. ദേ ഇപ്പൊ ഞാൻ എന്തും ചെയ്യും. നീ പറ, ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ്, പാട്ട് പാടണമെങ്കിൽ പാട്ട്, തലകുത്തി മറിയണമെങ്കിൽ അതും ചെയ്യും ഞാൻ. ആദ്യം ഞാനൊന്ന് പറക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. നജീബ് പോയിക്കോളൂ. ശരി മാഡം. Hi, Rajaram sir. What happened? Are you okay? നജീബ് വാട്ടർ ടാങ്ക് ചെക്ക് ചെയ്യാൻ വന്നപ്പോഴാ സാർ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടത്. നേരെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. അതുകൊണ്ട് ആ കാര്യം ചോദിക്കാന്ന് വെച്ചത്. എന്തു പറ്റി? ലോക്കൽ ഭാഷയിൽ പറഞ്ഞ സീൻ കോൺട്ര ആണല്ലോ സാറേ. ഒന്നുമില്ല മാഡം, പൊയ്ക്കോളൂ. എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് വന്ന് നിൽക്കണമെന്ന് തോന്നി, വന്നു, അത്രേ ഉള്ളൂ. ഛേ, അങ്ങനെ പറയരുത്. കണ്ടാൽ അറിയാം സംതിങ് ടെറിബിൾ ഹാപ്പൻ ടു യു. നേരത്തെ എന്റെ അടുത്ത് നിന്ന് ഒന്നുകിൽ ശ്രീലക്ഷ്മി അല്ലെങ്കിൽ രാജാറാം എന്നൊക്കെ വീരവാദം മുഴക്കി പോയിട്ട് ഇപ്പതേ യുദ്ധത്തിൽ തോറ്റ സേനാനായകനെ പോലെ. Come on, sir. എന്തു പറ്റി? എന്നോട് പറഞ്ഞൂടെ? പറയാനൊന്നുമില്ല. പ്രേമത്തിന്റെ പിശാച അവന്റെ തലേ കയറുന്ന ഡാൻസ് കളിക്കുന്നത്. അവനോ? അല്ല, അദ്ദേഹത്തിന്റെ. നമ്മുടെ രവിചന്ദ്ര വർമ്മ സാറില്ലേ, ആ മഹാന്റെ തന്നെ.
ഓൺ രാജാറാം സർ, കാം ഡൗൺ. സാറിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇറ്റ്സ് ഓക്കെ, കൂൾ. നത്തിങ് ഈസ് ഓക്കെ സാന്ദ്ര മേഡം. രവിവർമ്മ സാറിന്റെ തലയ്ക്ക് പ്രാന്താണ്, മുഴുത്ത പ്രാന്ത്. മേ ബി, മേ ബി നോട്ട്. ഏതായാലും നമ്മൾ രണ്ടുപേരും സെയിം ബോട്ടിലാണ് യാത്ര ചെയ്യുന്നതെന്ന് തോന്നുന്നു. നോ സാന്ദ്ര മേഡം, എന്റെ അവസ്ഥ മേഡത്തിന് മനസ്സിലാവില്ല. വിട്ടേക്ക്, നമുക്ക് മടങ്ങിപ്പോവാം. പ്രശ്നം എന്തായാലും സോറി രാജാറാം സർ. പക്ഷെ ഒരു കാര്യമുണ്ട്, സാറ് നേരത്തെ പറഞ്ഞിരുന്നില്ലേ നമുക്ക് എന്തുകൊണ്ടൊരു ശ്രമം നടത്തി നോക്കിക്കൂടാന്ന്? എന്നിട്ടിപ്പോ സാറ് തന്നെ ഇങ്ങനെ തളർന്നു പോയാൽ എങ്ങനെയാ? കമോൺ, ചിയർ അപ്പ്. നമുക്ക് ഏത് കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാന്നേ. പ്രേമത്തിന്റെ പിശാജ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുക സാന്ദ്ര മേഡം. ഇനി ഈ ചീറപ്പായിട്ടൊന്നും ഒരു കാര്യമില്ല, എല്ലാം വേസ്റ്റ്. എന്ന് പ്രേമ പിശാജ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കയറിയോ അന്ന് മുതൽ അത് സകല നാഡീ ഞരമ്പുകളെയും ബാധിച്ചിരിക്കുക. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ബുദ്ധിക്ക് സ്ഥിരത നഷ്ടപ്പെട്ടു, നട്ടല് വളഞ്ഞു. നമ്മുടെ ചാന്ത് ബാബയുടെ മന്ത്രശക്തികൾ പോലും ഇപ്പൊ ഫലിക്കുന്നില്ല. അത്രയ്ക്ക് പവർഫുള്ളാണ് ആ ശ്രീലക്ഷ്മി പിശാജ്. രാജാറാം സർ, പ്ലീസ്. ടെൻഷൻ ആയാലും ഒന്നും ചെയ്യാൻ ഒക്കില്ല. റിലാക്സ്, വെയിറ്റ്, നമുക്ക് ആലോചിക്കാം. ബുദ്ധി സ്ഥിരതകൾ ആർക്കും ഇനി ആ മനുഷ്യനോട് സംസാരിക്കാൻ പറ്റില്ല. സാറിന് ഭ്രാന്തല്ല, അതിനും അപ്പുറം എന്തോ ആണ്. അതിന് മരുന്നില്ല. അതുകൊണ്ട് ആ രോഗം മാറ്റാൻ പ്രയാസമാണ് സാന്ദ്ര മേഡം. യാ, സമ്മതിക്കുന്നു രാജാറാം സർ. നമുക്ക് രവിവർമ്മൻ സാറിനെ മാറ്റാൻ പറ്റില്ലായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ മാറ്റാൻ കഴിയും. മാറ്റണ്ടേ നമുക്ക്? ഇനി അദ്ദേഹം തന്നെ സ്വയം മാറിയാലേ പറ്റൂ സാന്ദ്ര മേഡം. നമ്മൾ വിചാരിച്ചാൽ മാറില്ല. സാറിന്റെ സ്വഭാവം നന്നായി അറിയാവുന്ന ആളാ ഞാൻ. യു ആർ റൈറ്റ്. രാജാറാം സാറിന് രവിവർമ്മൻ സാറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഐ നോ ദാറ്റ്. ബട്ട് ഈ ഓഫീസിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ചില കാര്യങ്ങൾ. സോ ലെറ്റ്സ് പ്ലാൻ രാജാറാം സർ. ലെറ്റ്സ് പ്ലാൻ സംതിങ് ബിഗ്, സംതിങ് അൺഎക്സ്പെക്ടഡ്. സാർ ഇനി എനിക്ക് ഒരവസരം കൂടി തന്നാ മതി. ഞാൻ കാണിച്ചു തരാം. എക്സ്പ്ലോഷൻ, സംതിങ് ബിഗ്, സംതിങ് അൺപ്രഡിക്റ്റഡ്. നിന്റെ ശ്വാസത്തിന്റെ വേഗം നോക്കി നിന്റെ മനസ്സിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും പറയാൻ കഴിയും എനിക്ക്. അതിന് ഫോൺ സിഗ്നൽ വേണമെന്നില്ല ശ്രീലക്ഷ്മി മേഡം. ഈ സിഗ്നലിൽ അറിയാൻ കഴിയും രവിചന്ദ്രവർമ്മൻ എവിടെ കാണുമെന്ന്.
ഹലോ രാജ. എനിക്കറിയാമായിരുന്നു നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. ഇരിക്കവിടെ. എവിടെയാ പോകുന്നത്? ഞാൻ വിടില്ല. വിടേ. നീ എന്നോട് ക്ഷമിച്ചെന്ന് പറ. എന്നോട് ക്ഷമിച്ചെന്ന് പറ, അല്ലാതെ ഞാൻ വിടില്ല. ക്ഷമ ചോദിക്കുന്നോണ്ട് അർത്ഥമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിന്നെ തല്ലിയതിൽ എനിക്കുള്ള വേദന എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല രാജ. നിനക്ക് എത്രമാത്രം വേദനിച്ചു അത്രമാത്രം എനിക്കും വേദനിച്ചു. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. അതോ ഇനി അതും അറിയില്ലെന്ന് പറയോ നീ? എന്തെങ്കിലും സംസാരിക്കടാ പ്ലീസ്. നിനക്കിപ്പോഴുള്ള ദേഷ്യത്തിൽ എന്നെ വഴക്ക് പറയാം, തല്ലാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. കാരണം ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത് ഏത് കോടതിയിലും ഏറ്റുപറയാനും ഞാൻ റെഡിയാണ്. പക്ഷെ നീ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്ന എനിക്ക് സഹിക്കില്ല. നേരത്തെ നീ എന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ നിന്നെ തടഞ്ഞു നിർത്തി മാപ്പ് ചോദിക്കണമെന്ന് എന്റെ മനസ്സ് പറഞ്ഞതാ. പക്ഷേ നിനക്കപ്പോഴുണ്ടായ ദേഷ്യം കെട്ടടങ്ങണമെങ്കിൽ കുറച്ച് സമയം വേണമെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ തടയാത്ത. ഇനിയെങ്കിലും നീ ഒന്ന് സംസാരിക്കടാ പ്ലീസ്. നീ എന്നെ തല്ലിയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ അതിന്റെ റീസൺ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. സോറി, വേണമെന്ന് വെച്ചല്ല. പക്ഷേ നീ ആ പെൺകുട്ടിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. ഐ വാസ് ഔട്ട് ഓഫ് കൺട്രോൾ. സോറി. നീ എന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇവിടെ കത്തി കുത്തി ഇറക്കിയാലും ഞാൻ ചിരിച്ചോണ്ട് ജീവൻ വെടിയും. എന്റെ സുഹൃത്ത് ചെയ്യുന്ന ഓരോ ജോലിക്കും വ്യക്തമായൊരു കാരണം ഉണ്ടാകുമെന്നും എനിക്കറിയാം. പക്ഷെ ഈ വിഷയത്തിൽ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. എനിക്ക് നിന്നോടുള്ള ദേഷ്യം അതാ. എന്നെ തല്ലിയത് എത്രയോ ചെറിയ കാര്യം. പക്ഷെ നീ നിന്നെ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാ ഗുരുതരമായ പ്രശ്നം ഇവിടെ. അതിനാ എനിക്ക് നിന്നോട് ദേഷ്യവും. നീ എന്റെ കവളത്തടിച്ചില്ലേ? ആ അടി വേദനയ്ക്ക് പകരം 25 വർഷം പുറകോട്ട് എന്നെ കൊണ്ടുപോയത്. അത് നിനക്ക് മനസ്സിലാവില്ല ഒരിക്കലും. എന്താണ് നീ പറയുന്നത്? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പിന്നിലേക്കല്ല മുന്നിലേക്കാ പോകേണ്ടത്. ഞാൻ കഷ്ടപ്പെട്ടപ്പോ എന്റെ വിയർപ്പ് തുടച്ച് എനിക്ക് വേണ്ടി വിയർപ്പൊഴിക്കവനാണ് നീ. നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കമ്പനിയില്ല, എനിക്ക് അന്തസ്സില്ല, ഈ രവിചന്ദ്ര വർമ്മനെയില്ല. പ്ലീസ് രാജ, എന്റെ ജീവിതത്തിൽ നിന്നെപ്പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല. എന്നെക്കുറിച്ച് മോശമായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ നിനക്ക് സഹിക്കില്ല. രവി സാറിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ നിന്റെയൊക്കെ നാവ് ഞാൻ പൊഴുതറിയും എന്ന് നീ അലറും. നിന്നെ പേടിച്ച് ആരും എന്നോട് വഴക്കിന് പോലും വരാറില്ല. നിനക്ക് ആരൊക്കെ എന്തൊക്കെ ഓഫറുകൾ തന്നു, എന്നിട്ട് നീ എന്നെ വിട്ടുപോയില്ല. നീ എന്റെ കോട്ടവാതിലാണ്. എന്റെ അനുവാദമില്ലാതെ ആരെയും അതിനുള്ളിൽ നീ പ്രവേശിപ്പിക്കില്ല. ഞാൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് നീ ഉറങ്ങാറ് പോലും ഉള്ളൂ. നിന്റെ ഈ നെഞ്ചിൽ എന്നെ വെച്ച് പൂജിക്കുന്നവനാ നീ. ഇവിടെ കത്തി കുത്തി ഇറക്കിയാൽ ജീവൻ പോകുന്നത് എന്റേതാണ്, എന്റെ ജീവൻ.